ഹായ്. മൃഗങ്ങൾ എല്ലായിടത്തും ഉണ്ട്. നമുക്ക് അവരുടെ ലോകത്തിലേക്ക് ഇറങ്ങി ചിലരെ പരിചയപ്പെടാം. റെഡി? ഇതെന്താ? ഒരു കടുവ. എൻ്റെ കൂടെ പറയാമോ? കടുവ. ഈ കടുവ ഇരയെ തേടി പോകുന്നു. ഇത് ഒരു ഓന്താണ്. ഓന്തിന് നിറം മാറാൻ കഴിയും. എന്ത് അത്ഭുതകരമായ ജീവിയാണല്ലേ. ഈ വരുന്ന ജീവിയുടെ പേരാണ് പാമ്പ്. അയ്യോ, എനിക്ക് ഭയങ്കര പേടിയാ. ഈ മൃഗങ്ങൾ കാട്ടിൽ ജീവിക്കുന്നു. പല മൃഗങ്ങളും കാട്ടിൽ മാത്രമല്ല വിശാലമായ സ്ഥലങ്ങളിലും കാണാം. ഒരു കുതിര ഓടുന്നു. കുതിര. എത്ര കുതിരകളുണ്ട് പറയാമോ? 1, 2. എന്നെക്കാളും പൊക്കമുള്ള ഒരു മൃഗം. അതിന്റെ കഴുത്ത് നോക്കിക്കേ. ഇതിന്റെ പേരാണ് ജിറാഫ്. എന്റെ കൂടെ പറയാമോ? ജിറാഫ്. ഒരു ചെമ്പുലി ഓടിപ്പോകുന്നു. ചീറ്റ എന്നും പറയും. കരയിലെ ഏറ്റവും വേഗമായി ഓടുന്ന ഒരു മൃഗമാണ്. മാൻ പുൽമേടിന്മേൽ മേയുന്നു. മാൻ. കുറേ എണ്ണം ഓടുന്ന കണ്ടോ? വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ഈ ജീവിയുടെ പേര് ആർക്കെങ്കിലും അറിയാമോ? ഹിപ്പോപ്പൊട്ടാമസ്. കൂടെ പറയാമോ? ഹിപ്പോപ്പൊട്ടാമസ്. ഒരു കങ്കാരു ചാടി ചാടി പോകുന്നു. കങ്കാരു. ചെറിയ കാട്ടിലെ ഒരു മൃഗമാണ് അണ്ണാൻ. അണ്ണാൻ ചിലപ്പോ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ കാണുമായിരിക്കും. ഒന്ന് പുറത്തൊന്ന് പോയി നോക്കിക്കേ. പിന്നെ പുറത്ത് പോയാ ഒരു മുതിർന്ന ആള് കൂടെ ഉണ്ടാവണം കേട്ടോ. കറുത്ത കണ്ണുള്ള മൃഗമാണ് മരപ്പട്ടി. മരപ്പട്ടി. ഈ ജീവിയുടെ പേര് മുള്ളൻ പന്നി. ഒന്ന് തൊട്ടാ മുള്ളു പോലെയാ. അതുകൊണ്ട് അതിന്റെ പേര് മുള്ളൻ പന്നി. എന്റെ പുറത്ത് എന്തൊക്കെയാ? അയ്യോ, ഒരു എലി ഓടുന്നു. എന്നും കഴിക്കുന്ന ഒരു ചെറിയ മൃഗമാണ് എലി. മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു മൃഗത്തിന്റെ പേരാണ് ഒട്ടകം. ജിറാഫിനെ ഓർമ്മയുണ്ടോ? ജിറാഫിനെ പോലെ നീളമുള്ള ഒരു കഴുത്തുണ്ട്. ഒട്ടകം. ഭയങ്കര തണുപ്പുള്ള സ്ഥലങ്ങളിൽ ധ്രുവ കരടി ജീവിക്കുന്നു. പോളാർ ബെയർ എന്നും പറയും. ധ്രുവ കരടി. ഈ പുലിയുടെ പേരാണ് ഹിമപ്പുലി. ഈ പുലിയും തണുപ്പുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്നു. പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. കാക്ക. കാക്ക ഓർമ്മയുണ്ടോ? സൂക്ഷിച്ചോണേ. നെയ്യപ്പം കയ്യിലുണ്ടെങ്കിൽ അത്
ഓർത്ത് വെച്ചോ, അല്ലെങ്കിൽ അത് തട്ടിക്കൊണ്ടുപോകും. ഈ പക്ഷിയെ കടൽ കാക്ക എന്ന് വിളിക്കുന്നു. കടൽ കാക്ക ഉയരത്തിൽ കൂടുണ്ടാക്കുന്ന പക്ഷിയുടെ പേരാണ് ഗരുഡൻ അല്ലെങ്കിൽ പരുന്ത്. എന്ത് ഗൗരവത്തോടെ ഇരിക്കുന്ന ഗരുഡൻ അല്ലേ? അരയന്നം ദൂര സ്ഥലങ്ങളിലേക്ക് പറക്കും. ഹംസമെന്നും പറയും. അരയന്നം. ഇത് ഒരു അരയന്നക്കൊക്ക്, ഫ്ലെമിംഗോ. ഒരു അരയന്നക്കൊക്ക് നടന്നു പോകുന്ന കണ്ടോ? എന്ത് നിറമാ? പിങ്ക്. ഒരു തത്തയെ കണ്ടോ? പല ശബ്ദങ്ങളും അനുകരിക്കാൻ പറ്റുന്ന ഒരു പക്ഷിയാണ് തത്ത. തത്ത. ഈ പക്ഷിയുടെ പേരാണ് ഒട്ടക പക്ഷി. ഒട്ടകത്തെ പോലെ കഴുത്തില്ലേ? ഒട്ടക പക്ഷി. ഈ പക്ഷികളെ എല്ലാവർക്കും അറിയാലോ അല്ലേ? കുരുവികൾ. കുരുവി. കുരുവി. മരത്തെ കൊത്തി കൊത്തി കൊത്തിയിരിക്കുന്ന പക്ഷിയുടെ പേരാണ് മരക്കൊത്തി. മരക്കൊത്തി. പല പക്ഷികളും പുഴുക്കളെയും പ്രാണികളെയും കഴിക്കാറുണ്ട്. ദേ, ഒരു പുഴുവിനെ കണ്ടോ? പുഴു. ദേ, ഈ പുഴുവിന്റെ പേരാണ് ശലഭപ്പുഴു. ശലഭപ്പുഴു വളർന്ന് 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 ഒരു ചിത്രശലഭമാകുന്നു. ചിത്രശലഭം. ദേ നോക്കിക്കേ, എന്ത് ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ. ഒരു വണ്ട് കേറി കേറി പോന്ന കണ്ടോ? വണ്ട്. ഉറുമ്പുകൾ കൂട്ടത്തോടെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കൂട്ടത്തോടെ കാര്യങ്ങൾ ചെയ്താൽ വലിയ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഉറുമ്പ്. നമുക്കിനി വെള്ളത്തിനടിയിൽ പോയി ചില ജീവികളെ പരിചയപ്പെടാം. ഇത് തിമിംഗലം. ലോകത്തിലെ ഏറ്റവും വലിയൊരു ജീവിയാണ് തിമിംഗലം. അയ്യോ, അതെന്താ അത്? അത് ഒരു സ്രാവ്. സ്രാവിന്റെ പല്ല് കണ്ടോ? എന്തും മൂർച്ചയാ. ഇത് ഒരു കടൽ പന്നി. ഡോൾഫിൻ എന്നും പറയും. കടൽ പന്നി. നീരാളി നീന്തുന്നത് കാണാമോ? നീരാളി. എത്ര കൈകളാ ഉള്ളത്? 8 എണ്ണം. പല മത്സ്യങ്ങളെ കണ്ടോ? മീനെന്നും പറയും. മത്സ്യം. ചില മൃഗങ്ങൾ വെള്ളത്തിലും കരയിലും ജീവിക്കുന്നുണ്ട്. കണ്ടോ, വലിയ വായുള്ള ഒരു ജീവി. ഈ ജീവിയുടെ പേരാണ്
മുതല മുതല. മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ അനങ്ങുന്ന ഒരു മൃഗമാണ് ആമ. ആമ ഈ പച്ച ജീവിയുടെ പേരാണ് തവള. ഭയങ്കരമായിട്ട് ചാടാൻ ഇഷ്ടമാണ് തവള. ശബ്ദം ഉണ്ടാക്കി ചാടുന്ന കണ്ടോ? പല മൃഗങ്ങളെയും നമ്മുടെ വീട്ടിലും വളർത്തും. ഇവയെ വളർത്തു മൃഗങ്ങൾ എന്ന് പറയും. പൂച്ചയെ കണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പൂച്ച ഇഷ്ടമാണോ? പൂച്ച. ഇത് പട്ടി. പൂച്ചയും പട്ടിയും മിക്കവാറും തമ്മിൽ വഴക്കാം. പട്ടി കുരയ്ക്കുന്ന കേട്ടില്ലേ? ഇതിനെ എല്ലാവരും മുമ്പ് കണ്ടു കാണുമല്ലേ? ഇത് ഒരു പൂവൻ കോഴി. പൂവൻ കോഴി. ഈ മഞ്ഞ പക്ഷിയെ കണ്ടോ? ഇതെന്താണ്? ഒരു കോഴിക്കുഞ്ഞ്. കോഴിക്കുഞ്ഞ്. പുല്ല് ഇഷ്ടമുള്ളൊരു മൃഗമാണ് ആട്. നമുക്ക് പാലും തരും ആട്. ചെളിവെള്ളത്തിൽ ഉറങ്ങുന്ന ഒരു പന്നി. ഒരു പന്നി നടന്നും പോകുന്നു. നീളത്തിൽ ചെവിയുള്ള ഒരു മൃഗമാണ് മുയൽ. മുയൽ. തണുപ്പ് സ്ഥലങ്ങളിലെ ഒരു വളർത്തു മൃഗമാണ് യാക്ക് അല്ലെങ്കിൽ മലപ്പശു. യാക്ക്. അങ്ങനെ പലയിടത്ത് നമ്മൾ കറങ്ങി പല മൃഗങ്ങളെയും കണ്ടുമുട്ടി. ഏത് മൃഗമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെ?